ബോട്ടാണ് കേട്ടോ. ബോട്ടിന്റെ ഫ്രണ്ട് സൈഡാണ് ഇത്. പിറകു ഭാഗം ഏതാണ്? ഇതാണ് ഫ്രണ്ട് ഭാഗം, അതാണ് ബാക്ക് സൈഡ് ഇതാണ്. ഓക്കെ, അപ്പൊ ബോയിന്റെ എവിടെ വരുമോ? ബോയിന്റെ എവിടെ വരുമോ? ബോയിന്റെ എവിടെ വരുമോ? ഈ ഒരു ഭാഗം ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഭാഗം അല്ലെ, അതാണ് ബോയിന്റെ എന്ന് പറയുന്നത്. ഇടത്തെ ഭാഗത്തുള്ള ബോയിന്റിനാണ് ബോമാൻ ഇരിക്കുന്നത്. ഇപ്പൊ ഇരിക്കാനായിട്ടില്ല. ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യണം, കെട്ടടിച്ചിട്ട് കരയിലേക്ക് ബോട്ടിനെ വലിച്ചു ചേർത്ത് നിർത്തുക. ആൾക്കാർക്ക് കയറേണ്ട ആ രീതിയിൽ സെറ്റാക്കി ബോട്ടിനെ നിർത്തിക്കുക. ഇതാണ് ബോമാൻ ഔട്ട് എന്ന് പറഞ്ഞ ഉടനെ ഫയർ ഇന്ന് എന്ന് പറയുന്നു, അതേപോലെ ബോമാൻ ഔട്ട് എന്ന് പറയുന്നു. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ബോമാൻ ഓടി വന്ന് ബോട്ട് റോപ്പ് അടിച്ച് ചേർത്ത് പിടിച്ച് നിർത്തുന്നു, കരയിലേക്ക് ചേർത്ത് നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഓക്സിജൻ എന്ത് ചെയ്യും? നേരെ ബോട്ടിലേക്ക് കയറി വരുന്നു. അദ്ദേഹത്തിന്റെ സീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പിറകിലാണ്, ബോട്ടിന്റെ ഏറ്റവും പിറകു ഭാഗത്താണ്. ബോട്ടിലേക്ക് ഫ്രണ്ട് ഭാഗത്തൂടെ കയറി വരും. ഇതല്ലേ ഫ്രണ്ട് ഭാഗം, ഇതിലേക്ക് കൂടി കയറി വരും. ഫയൽ ഇന്നെ പറഞ്ഞു, അതിനുശേഷം ബോമാൻ ഔട്ട് പറഞ്ഞു. പിന്നെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ബോട്ടിലേക്ക് കയറി വരുന്നു. ഏറ്റവും പിറകിലെത്താൻ ബോമാന്റെ സീറ്റിലേക്ക് വന്നിരിക്കുന്നു. ഒരു ബോട്ടിന്റെ പിറകിലാണ് ഓക്സിജൻ ഇരിക്കേണ്ടത്. ബോമാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി അവിടെ വള്ളം പിടിച്ചിരിക്കുന്നുണ്ട് അല്ലെ, ബോമാൻ വള്ളം പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും? ബാക്കിയുള്ള അവിടെ എന്ത് ചെയ്യും? വയലിംഗ് എന്ന് പറഞ്ഞു. അതിനുശേഷം റൈറ്റിലേക്ക് ടേൺ ചെയ്യും. എങ്ങനെ ടേൺ ചെയ്യും? നിങ്ങൾ 6 പേരും റൈറ്റിലേക്ക് ടേൺ ചെയ്യും. ഇങ്ങനെ നിൽക്കുന്നത് ഈ രീതിയിൽ ടേൺ ചെയ്യും, ഈ രീതിയിൽ ടേൺ ചെയ്യും. ഞാനിപ്പോ കാണിച്ചത് പോലെ നിൽക്കുന്നു, ഇങ്ങനെ ടേൺ ചെയ്യും. ഓക്കെ, വയലിംഗ് എന്ന കമാൻഡ് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ടേൺ ചെയ്യണം. വയൽ ഇന്ന് എന്ന കമാൻഡ് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ടേൺ ചെയ്യുക. ബാക്കിന്റെ രണ്ടാളും അതിന് ഫോളോ ഔട്ട് ആവും. മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ബോമാനും അത് ഇന്ന് പുറത്തിറങ്ങി, ബോക്സൈനും പുറത്തിറങ്ങി. ബോമാന്റെ ജോലി ചെയ്യുന്നു, ബോക്സൈൻ നേരം ചെയ്യുന്നു, വെള്ളത്തിന്റെ ഏറ്റവും പിറകില് പോയിരിക്കുന്നു. നിങ്ങൾ അതോടൊപ്പം റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നു. ഇനി കമാൻഡ് ഇല്ല, ഇനി അടുത്ത കമാൻഡ് വരുന്നേ. ഈ ഫയലിന്റെ എന്ന് പറഞ്ഞ കമാൻഡ് കഴിഞ്ഞില്ല. ഇനി അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സിങ് നമ്മളിത് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യും? അതേപോലെ അങ്ങോട്ട് തിരിഞ്ഞേക്കും. അപ്പോ ഏറ്റവും ഫ്രണ്ടിലിട്ട് ആൾക്കാർ വരുന്ന 1ഉം 2ഉം സ്ട്രൈക്കേഴ്സ് ആണ്. സ്ട്രൈക്കേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പരസ്പരം കൈ പിടിക്കുന്നു. എന്നിട്ട് ഓപ്പോസിറ്റ് കാലുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരേ രീതിയിൽ നടക്കും. എന്നിട്ട് വള്ളത്തിന്റെ ഫ്രണ്ട് സൈഡിലൂടെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഭാഗത്തേക്ക് വന്നിരിക്കും. സംഭവം മനസ്സിലായോ? റൈറ്റിലോട്ട് തിരിഞ്ഞു നിന്നിട്ടാണുള്ളത് അല്ല. അപ്പോ കൈ ചേർത്ത് പിടിക്കുക, കൈ ചേർത്ത് പിടിക്കുക, കൈ ചേർത്ത് പിടിക്കുക, കൈ പിടിക്കുക. നിങ്ങളെ കറക്റ്റ് ഭാഗത്തുള്ള കൈകൾ പിടിക്കുക. ഓപ്പോസിറ്റ് കാലുകൾ മുന്നോട്ട് വെക്കുക. ഓപ്പോസിറ്റ് കാലുകൾ അങ്ങനെ തന്നെ ഓപ്പോസിറ്റ് കാലുകൾ മുന്നോട്ട് വെച്ച് നടന്നു പോവാ. വെള്ളത്തിന്റെ ഫ്രണ്ടിലൂടെ എവിടേക്ക് കയറി വരണം? ഫ്രണ്ട് ഭാഗത്തൂടെ വള്ളത്തിലേക്ക് കയറി വരുന്നു. സ്ട്രൈക്കേഴ്സ് എവിടെയാണ് ഇരിക്കുക? ഏറ്റവും ഫ്രണ്ടിലാണ് അല്ല. ആ വള്ളത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് കയറി വരിക. ഫ്രണ്ട് ഭാഗത്ത് ഇരിക്കുന്നു. നിങ്ങൾ എവിടെ ഇരിക്കുക? അവരുടെ സീറ്റ് ഏതാണോ ആ ഭാഗത്തുള്ള സീറ്റിലേക്ക് ഇരിക്കുക. ആ ഭാഗത്തുള്ള സീറ്റിലേക്ക് ഇരിക്കുക. അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുന്നു. ഓക്കെ, അവിടെ ഇരുന്നു. അപ്പോ 1ാം നമ്പർ ഏത് ഭാഗത്ത് വരും? 1ാം നമ്പർ ഏത് ഭാഗത്ത് വരും? വലതു ഭാഗത്ത് വരും. വലതു ഭാഗം എന്ന് പറയുന്നതിന് പേരെന്താ? നമ്മളൊരു വലതു ഭാഗമൊന്നും ഇല്ല. നേരത്തെ ഭാഗം ഞാൻ പറഞ്ഞത് വലതു ഭാഗം സ്റ്റാർബോർഡ് സൈഡാണ്, ഇടതു ഭാഗം ഫോർത്ത് സൈഡാണ്. അപ്പൊ 1ാം നമ്പർ വലതു ഭാഗം, 2ാം നമ്പർ എവിടെ ഇരിക്കും? ഫോർത്ത് സൈഡാണ് ഇരിക്കുക. അപ്പൊ ഇങ്ങനെ വന്നിരുന്നു. ഇരിക്കുമ്പോൾ ഇവർ ഇരിക്കേണ്ട പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോക്സ്വേന് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ കസേര നമ്മൾ ഇങ്ങനെ ഇട്ട് വന്നേല്ലോ, ബോക്സ്വേനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കേണ്ടത്. വള്ളത്തിൽ അങ്ങനെ ഇരിക്കാനാണ് പറ്റുക. ഓക്കെ, ആദ്യം വരുന്നവർ അങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇപ്പൊ കസേര ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് മാത്രം ഈ രീതിയിൽ ഇരുന്നു. ഇനി അടുത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഇവർ ഇരുന്ന ഉടനെ അടുത്ത ആൾക്കാർ അതേ രീതിയിൽ പുറപ്പെടും. തൊട്ട് പറഞ്ഞ് വന്നിരിക്കുക. അപ്പോ 3ാം നമ്പർ എവിടെ ഇരിക്കും? സ്റ്റാർബോർഡ് സൈഡ്. 4ാം നമ്പർ ബോർഡ് സൈഡിലേക്ക് വന്നിരിക്കും. അതേ രീതിയിൽ കൈ പിടിച്ച് ഓപ്പോസിറ്റ് കാലുകൾ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഈ ഓപ്പോസിറ്റ് കാലുകളെ മുന്നോട്ട് വെച്ചോണ്ട് വരുന്നതിനാണ്. എന്തിനായിരിക്കാം?
വള്ളത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ബാലൻസ് തെറ്റാണ് അല്ലെ, വെള്ളത്തിലാണുള്ളത്. അപ്പൊ ഈ ബോട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഈക്വലായിട്ട് കയറിയില്ലെങ്കിൽ വള്ളം മറിയാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ബാലൻസിങ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ വരാൻ പറയുന്നത്. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്നതാണ്, ആ മെത്തേഡിൽ തന്നെ വരേണ്ടത്. അപ്പോ ഫൈനലാണ് പറഞ്ഞിട്ടുള്ളത് ആ പ്രൊസീജിയർ ഇങ്ങനെ വഴിക്ക് വന്നുകൊണ്ടിരിക്കണം. ആള് അതായത് ഫ്രണ്ട് ഭാഗത്തിരിക്കുന്ന സ്ട്രൈക്കേഴ്സ് ഇരുന്നതിന് ശേഷം അടുത്ത ആൾക്കാരെ വള്ളത്തിലേക്ക് കയറി വരിക. അപ്പൊ അതേ രീതിയിൽ നോക്കണം. ഓപ്പോസിറ്റ് കാലുകൾ നിങ്ങൾ തമ്മിൽ കൃത്യമായിരിക്കണം. ഓപ്പോസിറ്റ് കാലുകൾ കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, ഇനി ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വരുന്നു. സ്ട്രൈക്കേഴ്സിന്റെ തൊട്ട് പുറകെയുള്ള ഭാഗത്തിരിക്കുന്നു, ഈ രീതിയിൽ ഇരിക്കുന്നു. ഇനി അടുത്ത ആൾക്കാരോ അവർ ഇരുന്നോടനെ തന്നെ അടുത്ത ആൾക്കാർ വരും. അതേ രീതിയിലോ ഓക്കെ, അതേ രീതിയിൽ വരുന്നു. ഇവരാരൊക്കെയാ? റോവേഴ്സ് ആണ് അല്ലെ, റോവേഴ്സ് ആണ്. അപ്പോ എത്ര ആൾക്കാർ കയറി വള്ളത്തില്? 7 പേര് കയറി. ഇനി ആരാ കയറാനുള്ളത്? ഇനി ബോമാനാണ്, ഞാനല്ല, ബോമാനാണ് കയറുന്നത്. ഓക്കെ, അപ്പൊ 7 പേര് വള്ളത്തിൽ കയറി സെറ്റായി. ഇനി എന്ത് ചെയ്യണം? ഇനി അടുത്ത കമാൻഡ് ബോക്സിൽ പറയണം. അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് ഷോർ ഓഫ് ഫോർവേഡ് എന്നാണ് പറയുന്നത്. ആ കമാൻഡ് കിട്ടിയ ഉടനെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ബോമാൻ വള്ളം തള്ളി വെള്ളത്തിലേക്ക് ഇറക്കുന്നു. കരയിലേക്ക് ചേർത്ത് വെച്ചിട്ടാണല്ലോ വെള്ളം അല്ല, വെള്ളം തള്ളി വെള്ളത്തിലേക്ക് ആക്കുന്നു. എന്നിട്ട് പിടിച്ചിരിക്കുന്ന റോപ്പ് വള്ളത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് ബോമാൻ ചാടി വള്ളത്തിലേക്ക് കയറുന്നു. അവന്റെ സീറ്റ് എവിടെയാണോ അവിടേക്ക് കയറിയിരിക്കും. അപ്പൊ കമാൻഡ് പറഞ്ഞു, ബോക്സിൽ കമാൻഡ് പറഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞത്? അവിടെ ഇരുന്നിട്ട് പറഞ്ഞത്. ഇത് ക്ലാസ് റൂം. അപ്പൊ കമാൻഡ് പറ. ബോക്സ് തിരിക്കുന്നത് കമാൻഡ് പറയേണ്ട ആരാണ്? ബോക്സ്മാനാണ് പറയണ്ടേ. അപ്പൊ ബോക്സ്മാൻ ഉറക്കെ കമാൻഡ് പറഞ്ഞോ. എന്താണ് കമാൻഡ്? മനസ്സിന് ഫീലാണ് ഷോർ ഓഫ് ഫോർവേഡ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒന്ന് തള്ളിവിടും. ഓക്കെ, എന്നിട്ട് ചാടി വള്ളത്തിലേക്ക് കയറി അവിടെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ എല്ലാവരും വള്ളത്തിലായി അല്ല, 8 പേരും വള്ളത്തിലേക്ക് കയറി. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? അല്ല, ആയിട്ടില്ല. ഇനിയും അടുത്ത ഇതൊക്കെ വരാൻ. വള്ളത്തിലേക്ക് ബോമൻ ചാടിക്കയറുന്നു. ഓക്കെ, ബോമൻ ചാടിക്കയറി. ഇനി അടുത്ത കമാൻഡ് വരുന്നു, ട്രിം ദ ബോട്ട് എന്ന കമാൻഡ് വരുമ്പോ ബോമൻ എന്ത് ചെയ്യുന്നു? വള്ളത്തെ ഒന്ന് നേരെയാക്കുന്നു. അത് മാത്രല്ല, അതിലിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ബാലൻസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കുന്നു. നേരത്തെ ബോക്സ് വരെ നോക്കിയിട്ടാണ് റോവേഴ്സ് ഒക്കെ ഇരുന്നുകൊണ്ടിരുന്നത്, അങ്ങനെയല്ലേ? അപ്പോ ട്രിം ദ ബോട്ട് എന്ന കമാൻഡ് കിട്ടിയ ഉടനെ എല്ലാവരും ഒന്ന് ബാലൻസ് ചെയ്യുന്നു. അവനവന്റെ സീറ്റിൽ ബാലൻസ് ചെയ്തിരിക്കുന്നു. ബോമൻ എന്ത് ചെയ്യുന്നു? വള്ളത്തെ നേരെയാക്കുന്നു. ഇന്ന് കാലൊക്കെ ഇട്ടുകൊണ്ട് നേരെയാക്കി നിർത്തുന്നു. തുഴയാൻ പാകത്തിന് നിർത്തുന്നു. ഓക്കെ, അപ്പോ തുഴയാൻ പാകത്തിന് വള്ളം വായി നിൽക്കുകയാണ്. ഇനി അടുത്ത കമാൻഡ് പറയുന്നു. എന്താണ് ലാസ്റ്റ് പറഞ്ഞ കമാൻഡ്? എന്താ? ബോക്സിൽ ഉറക്കെ പറഞ്ഞ ബോട്ട്. ഓക്കെ, ഇതൊക്കെ ഒന്ന് നേരെയൊക്കെ വെച്ചു. വള്ളത്തിന്റെ 2 സൈഡിലാണുള്ളത്. നിങ്ങളുടെ സ്റ്റാർ ബോട്ട് സൈഡും ഇവരെ ബോട്ട് സൈഡും ഉള്ളത്. അവിടെ വെച്ച് കഴിഞ്ഞാലോ വെള്ളത്തിലുണ്ടല്ല, വള്ളത്തിന്റെ ഉൾഭാഗത്താണിത്. ഞാനിപ്പോ ഉൾഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ. വള്ളത്തിന്റെ ഉൾഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ആ ഭാഗത്ത്
തുടയാണ്. ഈ ഭാഗത്തുള്ള ആൾക്കാർ ആരാണ്? ഏത് ഭാഗത്താണ് ഇരിക്കുന്നത്? സ്റ്റാർബോർഡ് സൈഡ്. ഈ ഭാഗത്തുള്ള ആൾക്കാർ ഔട്ട് സൈഡാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കമാൻഡ് കൊടുക്കുന്നു, ടേക്ക് അപ്പ് ഓർസ്. ടേക്ക് അപ്പ് ഓർസ്. ഓർസ് എന്ന് വെച്ചാൽ എന്താ? പങ്കായം അല്ലെങ്കിൽ ഈ തുഴ, അതാണ് ഓർസ് എന്ന് പറയുന്നത്. OARS. ടേക്ക് അല്ല ഞാൻ പറയുന്നില്ല. ഓക്കെ, ടേക്ക് അപ്പ് ഓർസ് എന്ന കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പ്രവൃത്തി എന്ന് വെച്ചാൽ, ഓർസ് എടുക്കുന്നു. ഓർസ് ഒരു അലൈൻമെന്റിൽ വെച്ചിട്ടുണ്ടോ? പടത്തിൽ ഇങ്ങനെ എടുക്കുന്നു. നമ്മൾ മാർച്ച് പാസ്റ്റിലെ ഫ്ലാഗ് പിടിക്കൂലേ? ഫ്ലാഗ് ഇങ്ങനെ പിടിക്കൂലേ? ഈ രീതിയിൽ പിടിക്കൂലേ? ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഈ രീതിയിൽ പിടിച്ചേക്കുക. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ പിടിക്കുന്ന മെത്തേഡിൽ മാറ്റമുണ്ട്. ഇടത്തെ ഭാഗത്ത് അല്ലെങ്കിൽ ബോർഡ് സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ ഇടത്തെ കൈ മുകളിൽ വരും. സ്റ്റാർബോർഡ് സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ വലത്തെ കൈ മുകളിൽ വരും. ആ രീതിയിലാണെങ്കിൽ മാത്രമേ അവർക്ക് തുഴയാൻ പറ്റൂ. ഈ രീതിയിൽ ഇതാണോ? സ്റ്റാർബോർഡ് സൈഡിലുള്ള ആളാണെങ്കിൽ ഈ രീതിയിൽ പിടിക്കും. ഓക്കെ, ബോർഡ് സൈഡിലുള്ള ആളാണെങ്കിൽ ഈ രീതിയിൽ പിടിക്കാം. കൈ മാറ്റി മാറ്റി പിടിക്കാം. ക്ലിയർ അല്ലേ? ഇതിന്റെ കമാൻഡ് എന്താ? ടേക്ക് അപ്പ് ഓർസ്. ഓർസ് എന്ന് വെച്ചാൽ തൊട. ഇതുവരെ ക്ലിയർ അല്ലേ? ടേക്ക് അപ്പ് ഓർസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പിടിച്ചേക്കുന്നു. മാർച്ച് പാസ്റ്റിന്റെ ഫ്ലാഗ് പിടിച്ചിരിക്കുന്ന രീതിയിൽ പിടിച്ചു വെക്കുന്നു. ഇനി അടുത്ത കമാൻഡ് വരുന്നു, സ്റ്റാൻഡ് ബൈ ഡൗൺ കോഴ്സ്. സ്റ്റാൻഡ് ബൈ ഡൗൺ കോഴ്സ്. സ്റ്റാൻഡ് ബൈ ഡൗൺ കോഴ്സ് എന്ന കമാൻഡ് കിട്ടിയ ഉടനെ ഇങ്ങനെ പിടിച്ചേക്കാണ് അല്ലേ? ഇങ്ങനെ പിടിച്ചേക്കാണ്. ഇവിടുന്ന് 90 ഡിഗ്രി ആംഗിളിൽ തിരിച്ചു പിടിക്കുക. ഈ രീതിയിൽ പിടിക്കുക. സ്റ്റാൻഡ് ബൈ ഡൗൺ കോഴ്സ്. ഈ രീതിയിൽ പിടിക്കുന്നു. അത് എഴുതി വെക്കാം കേട്ടോ. കമാൻഡ് ഒക്കെ കൃത്യമായി നിങ്ങൾ എഴുതി വെക്കാം. ടേക്ക് അപ്പ് കോഴ്സ് കണ്ട് സ്റ്റാൻഡ് ബൈ ഡൗൺ കോഴ്സ്. സ്റ്റാൻഡ് ബൈ ഡൗൺ കോഴ്സിൽ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? 90 ഡിഗ്രി ആംഗിളിൽ തിരിച്ചു പിടിക്കുക. ഈ രീതിയിൽ പിടിക്കുക. സ്റ്റാർബോർഡ് സൈഡിലുള്ള ആളാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെയല്ലേ പിടിച്ചിട്ടുള്ളത്? നേരെ വലതു ഭാഗത്തേക്ക് തിരിച്ചു പിടിക്കുക. രണ്ടാമത് മാറ്റാണ്. ഓക്കെ, ഇനി അടുത്ത കമാൻഡാണ് ഡൗൺ ഓർസ്. സ്റ്റാൻഡ് ബൈ ഡൗൺ ഓർസ് കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ എന്തിലാണ് പിടിക്കേണ്ടത്? നമ്മൾ തുഴയാൻ പാകത്തിൽ എങ്ങനെയാണ് പിടിക്കുക? നമ്മൾ തുഴയുന്നില്ലേ? അതെങ്ങനെ പിടിക്കുക? ഇങ്ങനെയല്ലേ പിടിക്കുക? അത് ഈ ഒരു രീതിയിലുള്ള സാധനത്തിന് അങ്ങനെ പിടിക്കാൻ പറ്റില്ല. പിന്നെ വേറെ ടൈപ്പ് സാധനം അതുണ്ടോ അറ്റത്ത് ഇതെല്ലാം. ഇത് ചിലത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. എല്ലാ തുഴയും ഇത് അറ്റത്തൊരു ഹാൻഡിൽ പുറത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഇല്ല എല്ലാം തന്നെ. അപ്പൊ അതിൽ മാറ്റാണ്. അതിൽ ആ ഭാഗം തന്നെ നമുക്ക് പിടിക്കാം. ഇതിലങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഈ ഭാഗം തന്നെ പിടിക്കാം. ഇതിലെന്താണ് കമാൻഡ്? സ്റ്റാൻഡ് ബൈ ഡൗൺ കോഴ്സ്. സ്റ്റാൻഡ് ബൈ ഡൗൺ കോഴ്സ്. അപ്പൊ നിങ്ങളും അതേപോലെ ചെയ്യാം. ഒന്നുകൂടെ നോക്കിയേ. ടേക്ക് അപ്പ് കോഴ്സ്. ടേക്ക് അപ്പ് കോഴ്സ്. സ്റ്റാൻഡ് ബൈ ഡൗൺ കോഴ്സ്. ഈ രീതിയിൽ പിടിക്കും. ഇനി എന്ത് ചെയ്യും? ഡൗൺ കോഴ്സ്. അടുത്ത കമാൻഡ് ഡൗൺ കോഴ്സ്. ഒരല്പം താത്തി പിടിക്കാം. ഓക്കെ, ടേക്ക് അപ്പ് കോഴ്സ്, സ്റ്റാൻഡ് ബൈ ഡൗൺ കോഴ്സ്, ഡൗൺ കോഴ്സ്. ഈ രീതിയിൽ ഒരല്പം താത്തി പിടിക്കാം. ഇനി അടുത്ത കമാൻഡ് വരുന്നു, സ്റ്റാൻഡ് ബൈ ഗിവ് വേ. സ്റ്റാൻഡ് ബൈ ഗിവ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരല്പം മുന്നോട്ട് പോകുന്നു. ഈ രീതിയിൽ തുഴയാൻ പാകത്തിന് നിൽക്കുക. തുഴയാൻ പാകത്തിന് ഒരല്പം മുന്നോട്ട് ഓങ്ങി നിൽക്കും. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ? എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ ഒന്ന് ഓങ്ങിയേക്കൂലേ? അപ്പൊ ആ രീതിയിൽ നമ്മളൊന്ന് മുന്നോട്ട് ഓങ്ങി നിൽക്കുകയാണ്. ഏതാണ് കമാൻഡ്? സ്റ്റാൻഡ് ബൈ ഗിവ് വേ. സ്റ്റാൻഡ് ബൈ ഗിവ് വേ. അതുവരെ ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മൾ തുഴച്ചിൽ ആരംഭിക്കാൻ പോകുന്നത്. അതിനുള്ള കമാൻഡാണ്, തുഴച്ചിൽ ആരംഭിക്കാനുള്ള കമാൻഡാണ് ഗിവ് വേ ഓൾ. ഗിവ് വേ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഴച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ തുഴച്ചിൽ അങ്ങോട്ട് തുടങ്ങാം. ഏതാണ് ഗിവ് വേ ഓൾ? ഓൾ എല്ലാവരും ഗിവ് വേ ഓൾ. ഗിവ് വേ ഓൾ എന്ന കമാൻഡ് ഇടുന്നു. ആ തുഴച്ചിലിന് ഒരു താളുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ തുഴഞ്ഞു പോയ കൊണ്ട് കാര്യമുണ്ടോ? എല്ലാവരും ഒരേ ലെവലിൽ തുഴയോ? ഒരിക്കലും തുഴയില്ല. അപ്പൊ അതിനൊരു താളുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? 2 1 2 1 2 എന്ന് പറയുമ്പോ തുഴ എവിടെയാണ് ഉണ്ടാകേണ്ടത്? വെള്ളത്തിലായിരിക്കും.
1 എന്ന് പറയുമ്പോൾ തുട മുകളിലേക്ക് വരും, വെള്ളത്തിന്റെ മുകളിൽ വരും. 2 എന്ന് പറയുമ്പോൾ വെള്ളത്തിലായിരിക്കണം. ആ 2 നീട്ടിയിട്ടാണ് പറയുന്നത്. 2 1 2 1 1 എന്ന് പറയുമ്പോൾ തുട മുകളിലായിരിക്കണം. 2 എന്ന് പറയുമ്പോൾ വെള്ളത്തിലായിരിക്കണം തുടയുണ്ടാണ്. അതായത് നമ്മള് തുടച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 2 1 2 1 ഈ രീതിയിൽ നമ്മൾ തുടയുന്നു. അപ്പൊ എന്താ ഒരേ രീതിയിൽ എല്ലാവർക്കും തുഴയാൻ പറ്റും, ഒരേ താളത്തിൽ തുഴയാൻ പറ്റും. ഓക്കെ, അങ്ങനെ വള്ളം ഇങ്ങനെ തുടഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മാക്സിമം അറ്റത്ത് ഇത് ചെറിയ ബില്ലല്ലേ, മറ്റേ വലിയ ബോട്ടല്ല. നീ കാലിന് വലിയ ഒരാൾ കയറ്റുന്ന ബോട്ടല്ലേ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കിക്കൂടെ? ഞാൻ കമാൻഡ് പറയട്ടെ, നിങ്ങൾ ചെയ്യൂലേ? അതല്ല ചോദിച്ചത്. ഒരു സൈഡ് 5 ആളല്ലേ ഇരിക്കുന്നതെന്ന് വെച്ചു, ഒരു സൈഡ് 3 ആൾ. ബാലൻസ് എങ്ങനെ വരുന്നത്? ഈ ബോക്സ് എന്ന് പറയുന്നത് മിഡിലിരിക്കും, ഫ്രണ്ട് ബോമാനും അതേപോലെ ഇരിക്കും, കുറച്ചുകൂടി മിഡിലോട്ട് ഇരിക്കും. ബാലൻസ് ചെയ്ത് തന്നെയാണ് ഇരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സൈഡിൽ ഇരിച്ച് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സീറ്റുള്ള അനുസരിച്ച് ഇരിക്കാം, ഇല്ല നമുക്ക് തറയിലിരിക്കാം. ഇങ്ങനെയാണോ? തട്ടിപ്പോകും കേട്ടോ. മുന്നോട്ടാക്കി വെച്ചാൽ മതി. ഈ രീതിയിൽ വെക്കാം. ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ടാക്കി മുന്നോട്ടാക്കി വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൊടുക്കാം. തൊണ്ടയെങ്കിലും പിടിച്ച് വാങ്ങണമെന്നുണ്ട്. ഓക്കെ, അവിടെ ടേക്ക് അപ്പ് ഓസ്. കമാൻഡൊക്കെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത കമാൻഡ് എന്താ? സ്റ്റാൻഡ് ബൈ ഡൗൺ ഓസ്. 90 ഡിഗ്രി ആംഗിൾ പിടിക്കുന്നു. 90 ഡിഗ്രി ആംഗിൾ ആണ്, ഓവറായി താത്തരുത്. 90 ഡിഗ്രി ആംഗിൾ ആണ്. ഓക്കെ, ഡൗൺ ഓസ് കുറച്ചൊന്ന് താത്തി പിടിക്കുന്നു. സ്റ്റാൻഡ് ബൈ ഗിവ് വേ, ഒരല്പം മുന്നോട്ട് ഓങ്ങിയിരിക്കുന്നു. ഒരു ആക്ഷൻ കൊടുക്കുക, മുന്നോട്ട് ഒരു ആക്ഷൻ കൊടുക്കുക. ഓക്കെ, തുടയാൻ പാകം നമ്മളെപ്പോഴും തുടയുമ്പോൾ മുന്നോട്ട് നോക്കിയിരിക്കൂലേ, അതാണ് ചെയ്യേണ്ടത്. മുന്നോട്ട് നോക്കിയിരിക്കുന്നു. അടുത്ത കമാൻഡ് എന്താ? അത് മുതലാണ് തുടഞ്ഞു പോകുന്നത്. എന്താണ്? Give way all. Give way all. 1 2 okay. 2 1 ഒരാൾ പറയാം. ഏകദേശം ഒരാൾ പറയാം. ബോക്സിൽ തന്നെ പറയാം. 2 1 ഓക്കെ, ഇതേ താളത്തിൽ മുന്നോട്ട് പോകും. പെട്ടെന്ന് നമുക്ക് ബോട്ട് നിർത്തണം. അതിനുള്ള കമാൻഡാണ് ഹോൾഡ് വാട്ടർ ഓൾ. ബോട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഹോൾഡ് വാട്ടർ എന്ന കമാൻഡ് കിട്ടിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ നമ്മൾ തുടയുന്നില്ല. വള്ളത്തിലെ തന്നെ ഓർസ് വെച്ചുകൊണ്ട് തുഴയാതെ നിൽക്കുന്നു. എന്താണ് കമാൻഡ്? ആ രീതിയിൽ ബോട്ടില്, അതായത് നമ്മള് വെള്ളത്തില് ഓർച്ച് തുഴയാതെ അതിൽ തന്നെ വെച്ച് നിൽക്കുക. അതാണ് ഹോൾഡ് വാട്ടർ ഓള് എന്ന് പറയുന്നത്. ഹോൾഡ് വാട്ടർ ഓൾ നിർത്താൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. തൽക്കാലത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഹോൾഡ് വാട്ടർ ഓൾ. ഇനിയിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിനെന്ത് കമാൻഡ് പറയും? നേരത്തെ പറഞ്ഞ തന്നെ വീണ്ടും നമ്മളെ തുടച്ചിൽ ആരംഭിക്കുകയാണ്. എന്ത് കമാൻഡ് പറയാം? ഇവേ ഓട് എന്ന കമാൻഡ് കൊടുക്കുന്നു. വീണ്ടും തുടങ്ങി മുന്നോട്ട് പോകുന്നു. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 1 2 1 തുടങ്ങി പോയിക്കൊണ്ടിരിക്കുക. പറഞ്ഞോ? 2 1 ഓക്കെ. അപ്പൊ ഇങ്ങനെ തുടങ്ങി പോകുന്നുണ്ട്, തുടങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ബോമാൻ ഓക്സൈഡ് അടുത്ത് പറയുന്നു, ഫ്രണ്ടിൽ ഒരു തടസ്സമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല. അപ്പൊ തന്നെ ഓക്സൈഡ് അടുത്ത കമാൻഡ് കൊടുക്കുന്നു. പോർട്ട് സൈഡ് ഹോൾഡ് വാട്ടർ. അങ്ങനെ പറഞ്ഞാലോ? ഇടത് ഭാഗത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു?
ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു, അവര് തുഴയുന്നില്ല. പക്ഷെ ആര് തുഴയുന്നുണ്ട്? വലതു ഭാഗത്തുള്ള, അതായത് സ്റ്റാർ ബോർഡ് സൈഡിലുള്ള ആൾക്കാരെ തുഴയുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? വള്ളത്തിന് ഓട്ട് സൈഡ് ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാല് ഓട്ട് സൈഡിലേക്ക് വള്ളം തിരിഞ്ഞു പോകുന്നു. അപ്പൊ നമുക്ക് ഏകദേശം 90 ഡിഗ്രി ആംഗിളിലാണ് തിരിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? 45 ഡിഗ്രി ആംഗിള് തിരിഞ്ഞു വന്ന ഉടനെ തന്നെ അടുത്ത കമാൻഡ് കൊടുക്കണം. എന്ത് കൊടുക്കും? 45 ഡിഗ്രി ആംഗിള് തിരിഞ്ഞു വന്നു, അപ്പൊ തന്നെ കമാൻഡ് കൊടുക്കണം. ഇവേ ഓട് എന്നുള്ള കമാൻഡാണ്. എല്ലാവരും തുഴയാൻ വേണ്ടി ഇവേ ഓട് എന്നുള്ള കമാൻഡ് കൊടുത്ത ഉടനെ തന്നെ, അപ്പൊ വളഞ്ഞു വരുമ്പോ തന്നെ ഏകദേശം 45 ഡിഗ്രി ആംഗിൾ വളയുമ്പോൾ തന്നെയാണ് നമ്മൾ കമാൻഡ് കൊടുക്കുന്നത്. കൃത്യം 90 ഡിഗ്രി ആംഗിളിൽ നമുക്ക് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയി കിട്ടും. നമ്മൾ ഈ 90 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാലോ, എന്നിട്ടാണ് കമാൻഡ് കൊടുക്കുന്നതെങ്കിലോ വീണ്ടും അത് കറങ്ങി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി കറക്റ്റ് കിട്ടാൻ വേണ്ടി ഏകദേശം വളഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ അടുത്ത കമാൻഡ് കൊടുക്കുന്നു, ഇവേ ഓള് എന്നുള്ളത്. ക്ലിയർ അല്ലേ അതുവരെ? ഇനിയിപ്പോ നമുക്ക് വലത്തോട്ട് തിരിയണം. വലത്തോട്ട് 90 ഡിഗ്രി ആംഗിളിലേക്ക് തിരിയണം. എന്ത് ചെയ്യും? എന്ത് കമാൻഡ് കൊടുക്കും? ഞാനിപ്പോ പറഞ്ഞ എന്താ കമാൻഡ്? ഇടത് ഭാഗത്തേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ഔട്ട് സൈഡ് ഹോൾഡ് വാട്ടർ പറഞ്ഞത്. ഇനി വലത് ഭാഗത്താണ് തിരിയേണ്ടത്. വലത് ഭാഗം ഏതാ? സ്റ്റാർ ബോർഡ് ആണ്. അപ്പൊ എന്ത് കമാൻഡ് പറയും? സ്റ്റാർ ബോർഡ് സൈഡ് ഹോൾഡ് വാട്ടർ എന്ന് പറയും. അപ്പൊ വലത് ഭാഗത്തേക്ക് ഓക്കെ. അപ്പോ നമ്മളിപ്പോ ഇവയോട് പറഞ്ഞു മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പെട്ടെന്ന് നമുക്ക് ബാക്കോട്ട് തുടങ്ങാം. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു, ബാക്കോട്ട് തുടയേണ്ട സാഹചര്യം വന്നു, അതിന് കൊടുക്കുന്ന കമാൻഡാണ് ബാക്ക് വാട്ടർ ഓൾ. ബാക്ക് വാട്ടർ ഓൾ, ബാക്ക് വാട്ടർ ഓൾ. അതായത് എല്ലാവരും ബാക്കോട്ട് തുടയാം. ഒന്ന് ബാക്കോട്ട് തുടങ്ങാൻ. ബാക്ക് വാട്ടർ ഓൾ. അങ്ങനെ തന്നെ 2 1 എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിലോട്ട് തുടയും. അപ്പൊ ബാക്കിലോട്ട് തുടയാൻ വേണ്ടിയിട്ടാണ് ബാക്ക് വാട്ടർ. നിർത്താൻ വേണ്ടിയിട്ട് എന്താണ്? ഹോൾഡ് വാട്ടർ. മുന്നോട്ട് തുടയാനോ മറ്റേത് ഹോൾഡ് വാട്ടർ ഓൾ. ബാക്കിലേക്ക് പോകാൻ ബാക്ക് വാട്ടർ ഓൾ. റൈറ്റിലോട്ട് തന്നെ ആണെങ്കിൽ സ്റ്റാർ ബോർഡ് സൈഡ് ഹോൾഡ് വാട്ടർ, ഇടത്തോട്ടാണെങ്കിൽ ബോട്ട് സൈഡ് ഹോൾഡ് വാട്ടർ. ഓക്കെ. അപ്പൊ ബാക്കോട്ട് പോകാൻ എന്താ മറ്റേ ഇതോട് പറഞ്ഞ ബാക്ക് വാട്ടർ ഓൾ. അപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് നിന്ന നിപ്പിൽ തന്നെ തിരിക്കണം. ഒരു അടി പോലും മുന്നോട്ട് പോകാതെ നിന്ന നിപ്പിൽ വെള്ളം കുത്തിത്തിരിക്കണം. അതിന് കൊടുക്കുന്ന കമാൻഡാണ്. ഇപ്പൊ വലത്തോട്ടാണ് നമ്മൾ നിന്ന നിപ്പിൽ തിരിക്കുന്നെങ്കിൽ സ്റ്റാർ ബോർഡ് സൈഡ് ബാക്ക് വാട്ടർ എന്ന് പറയും. അപ്പൊ എന്താണ് പ്രവൃത്തി? നിപ്പിൽ തിരിക്കുകയാണ്. മുന്നോട്ട് ഒരടി പോലും പോകാതെ വെള്ളം നമ്മൾ നിന്ന നിപ്പിൽ തിരിക്കുകയാണ്. വലത് ഭാഗം ബാക്കോട്ട് തിരിക്കും. അതിനെന്ത് കമാൻഡ് പറയും? ബാക്ക് വാട്ടർ ഓൾ. ഏത് ഭാഗം? സ്റ്റാർ ബോർഡ് സൈഡ് ബാക്ക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോർഡ് സൈഡിലുള്ളവർ എന്ത് ചെയ്യണം? സാധാ രീതിയിൽ തുടയണം. സ്റ്റാർ ബോർഡ് സൈഡിലുള്ളവര് അവർക്കാണ് കമാൻഡ് കിട്ടിയത് അല്ലെ? സ്റ്റാർ ബോർഡ് സൈഡ് ബാക്ക് വാട്ടർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവര് ബാക്കിലേക്ക് തുഴയുന്നു. ബോർഡ് സൈഡിലുള്ളവർക്ക് കമാൻഡ് കിട്ടിയില്ല. സ്റ്റാർ ബോർഡ് സൈഡിലുള്ളവർക്കാണ് കമാൻഡ് കിട്ടിയത്. അവരോട് ബാക്കിലോട്ട് തുഴയാൻ പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു ടീം മുന്നോട്ട് തുഴയുന്നുണ്ട്, മറ്റേ ടീം ബാക്കിലോട്ട് തുഴയുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്താണ് കിട്ടുക? വെള്ളം നിന്ന നിപ്പിൽ തന്നെ തിരിഞ്ഞു വരും, യൂട്ടേൺ അടിക്കും, പിന്നെ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോ ഇടത് ഭാഗത്തേക്കാണ് യൂട്ടേൺ അടിക്കണ്ടെങ്കിലോ ബാക്ക് വാട്ടർ എന്ന് പറയും. ഓക്കെ. ഇത്രയാണ് മൂവ്മെന്റിന് കമാൻഡുകളിൽ. ക്ലിയർ ആണോ? നോട്ട് ചെയ്യുന്നുണ്ടാ? പഠിച്ചിട്ട് വരണേ കേട്ടോ. പിന്നെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം. ഒരു പുഴയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുഴയുടെ കരയിൽ ഒരു ഓഫീസറുണ്ട്, ഒരു മുതിർന്ന ഓഫീസറാണ്. സല്യൂട്ട് കൊടുക്കേണ്ട ആളാണ്. അപ്പോൾ നമുക്ക് അവരെ സല്യൂട്ട് കൊടുക്കണം. അവർക്ക് സല്യൂട്ട് കൊടുക്കണം. അപ്പൊ അതിനുള്ള കമാൻഡാണ് ടോസ് ഓർസ്. ടോസ് ഓർസ്. ടോസ് ടോസ് TOSS OARS. ടോസ് ഓർസ് എന്ന കമാൻഡിന് പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 തവണ തുടയാം. 1 2. അതിനുശേഷം ഓർസ് ഉയർത്തി പിടിക്കുക. ആദ്യം പിടിച്ചില്ലേ നമ്മൾ ടേക്കപ്പ് ഓർസ് പറഞ്ഞില്ലേ? അതേ രീതിയിൽ പിടിക്കുക. ടോസ് ഓർസ് TOSS OARS ടോസ്. അപ്പൊ നമ്മള് Q1 പറഞ്ഞിട്ട് ഒന്ന് മുന്നോട്ട് പോയേണ്ട. ടോസ് ഓർസ് നിങ്ങൾ എന്താ പറയണം? 1 2 1 പറ.
1 2 അപ്പ് 1 2 അപ്പ്. 2 തവണ തുഴയുന്നു. കമാൻഡ് കിട്ടിയ ഉടനെ 2 തവണ എല്ലാവരും ഒരേ രീതിയിൽ തുഴയുന്നു. ഹോർസ് ഉയർത്തി പിടിക്കുന്നു. അതിന്റെ കമാൻഡ് എന്താണ്? ടോസ് ഹോർസ്. അതിന്റെ അർത്ഥം എന്താണ്? സല്യൂട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത കമാൻഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി തുഴച്ചിൽ അവസാനിപ്പിക്കുക. തുഴച്ചിൽ അവസാനിപ്പിക്കുന്നു. അതിനുള്ള കമാൻഡാണ് വേ ഇനഫ്. ഇതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, ഫിനിഷായി. നമ്മൾ തുഴച്ചിൽ അവസാനിപ്പിക്കുകയാണ്. അതായത് ഏകദേശം കരയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത്. എന്താണ് കമാൻഡ്? വേ ഇനഫ്. വേ ഇനഫ് എന്ന കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ 3 തവണ തുഴയാം. നേരത്തെ എത്ര തവണയാണ് തുഴഞ്ഞത്? ടോസ് ഹോർസില് 2 തവണയാണ്. ഇതില് 3 തവണ തുഴയുന്നു. എന്നിട്ട് ഹോർസ് ഉയർത്തി പിടിക്കും. ഉയർത്തി അങ്ങനെ തന്നെ പിടിക്കുന്നു. അതോടുകൂടി നമ്മളെ പരിപാടി ഫിനിഷായി. ഇനി അടുത്ത കമാൻഡ് കിട്ടുന്നു ലേ ഇൻ ഓർസ്. ലേ ഇൻ ഓർസ്, അതായത് ഓർസ് വള്ളത്തിന്റെ ഉള്ളിലേക്ക് വെക്കുക, ലേ ചെയ്യുക. മനസ്സിലായോ? ലേ ഇൻ ഓർസ് എന്ന കമാൻഡ് കിട്ടിയ ഉടനെ തന്നെ തുഴ എന്ത് ചെയ്യുന്നു? വള്ളത്തിന്റെ ഉള്ളിലേക്ക് നേരത്തെ എടുത്തത് എങ്ങനെയാണോ അതേ രീതിയിൽ വെക്കുന്നു. അതേ രീതിയിൽ വെക്കുക. ലേ ഇൻ ഓർസ്. ഓക്കെ, അപ്പൊ നമ്മൾ തുഴച്ചിൽ കാര്യങ്ങളൊക്കെ കാണിക്കും. ഇനി ഇവരെ എന്ത് ചെയ്യണം? പുറത്തേക്ക് എത്തിക്കണം. പുറത്തേക്ക് എത്തിക്കണം. ആദ്യം കമാൻഡ് പറയുന്നു ബോമാൻ ഫോൾ ഔട്ട്. ബോമാൻ ഫോൾ ഔട്ട് എന്ന കമാൻഡ് കിട്ടിയ ബോമാൻ ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ബോമാൻ ചാടി വെള്ളത്തിലിറങ്ങുന്നു. റോപ്പ് എടുത്തുകൊണ്ട് കരയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിച്ചു കെട്ടുന്നു. ബോട്ട് കരയിലേക്ക് അടുപ്പിച്ച് മറ്റുള്ളവർക്ക് ഇറങ്ങാൻ ഭാഗത്തിൽ വച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ അടുത്ത കമാൻഡ് ഫയൽ ഔട്ട്. ലാസ്റ്റ് ഉള്ള കമാൻഡാണ് ഫയൽ ഔട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ്? ആദ്യം തീരുമാനമാണ് പറഞ്ഞത് ഫയൽ ഇന്നാണ്. ലാസ്റ്റ് ഉള്ള കമാൻഡ് എന്താണ്? ഫയൽ ഔട്ടാണ്. ഫയൽ ഔട്ട് എന്ന കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് പ്രവൃത്തി. ലാസ്റ്റ് ആരാണോ വള്ളത്തിൽ കയറിയത് അവര് നേരത്തെ വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നു. 2 കൈയും പിടിച്ചുകൊണ്ട് 2 ഓപ്പോസിറ്റ് കാലും പിടിച്ചുകൊണ്ട് പിടിച്ചിട്ടല്ല പോകുന്നു. ഓക്കെ, കൈ ചേർത്ത് പിടിക്കുന്നു, കാലുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്നു. അപ്പോ ഫയർ ഔട്ട്. നിങ്ങളല്ല നേരത്തെ വന്നതുപോലെ തന്നെ. ഓക്കെ, ഓപ്പോസിറ്റ് കാലുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ബാലൻസ് ചെയ്ത് കരയിലേക്ക് ഇറങ്ങുന്നു. നേരത്തെ നിന്നതുപോലെ തന്നെ ഫോളാവും. അപ്പോ അടുത്ത അവരാണ് കരയിലെത്തിയ ഉടനെ അവര് ഫോൾഡായിട്ട് അടുത്തടിയും. അത് രണ്ടിടത്തിന് ആരും ബോക്സ് വരും. ഇതിന്റെ ഫോൾഡാകുമ്പോ എല്ലാവരും കയറിയതിനു ശേഷം